തിരുവനന്തപുരം കാലടി സാന്ദീപനി സേവാ ട്രസ്റ്റിന്റെ 24ാമത് വാർഷിക ആഘോഷത്തിന്റെയും 7ാമത് സേവാ പുരസ്കാര സമർപ്പണത്തിന്റെയും ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ വിജി തമ്പി നിർവഹിച്ചു. ചെങ്കൽ രാജശേഖരൻ നായർ മുഖ്യാതിഥിയായിരുന്നു. 7ാമത് സേവാ പുരസ്കാരം ചലച്ചിത്ര സീരിയൽ താരം സീമാജി നായർക്ക് സംവിധായകൻ വിജി തമ്പി സമർപ്പിച്ചു. സാന്ദീപനി സേവാ ട്രസ്റ്റ് പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സേവാ സന്ദേശവും വാത്സല്യപൂർവ്വം പദ്ധതി ധനസഹായ വിതരണവും CS മോഹനൻ നിർവഹിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ S. സുനിൽകുമാർ, ഇന്നത്തെ പുരസ്കാര ജേതാവ് ശ്രീമതി സീമാജി നായർ, ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ ചെങ്കൽ രാജശേഖരൻ നായർ അവർ, ബോധാനന്ദാശ്രമം മഠാധിപതി സ്വാമി ഹരിഹരാനന്ദ സരസ്വതി, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, സന്ദീപനിയുടെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സന്ദീപനി എന്താണെന്നും സന്ദീപനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സ്വാഗത പ്രാസംഗികനും അധ്യക്ഷ പ്രാസംഗികനും വളരെ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ നാട്ടിൽ സേവനം ആവശ്യപ്പെടുന്ന ധാരാളം ആൾക്കാർ ഒന്നിനൊന്നായി കൂടിക്കൂടി വരുന്നൊരവസ്ഥയാണ്. പ്രധാനമായിട്ടും ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ഇന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കേരളം ഒരു വൃദ്ധസദനമായി മാറിയില്ലേ എന്ന് സംശയമുണ്ട്. ഇന്ന് എല്ലാ വീടുകളിലും നോക്കിക്കഴിഞ്ഞാൽ പ്രായമുള്ള ആൾക്കാർ മാത്രമാണ് മിച്ചമുള്ളത്. ചെറുപ്പക്കാരെല്ലാം കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ രാജ്യം തന്നെ വിട്ട് പുറം നാടുകളിലേക്കോ പോയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പലപ്പോഴും ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോണുകൾ പോലെ ഉയർന്നു വരുന്നത് വൃദ്ധസദനങ്ങളാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന എറണാകുളത്താണ്. എറണാകുളം നഗരത്തിനുള്ളിൽ തന്നെ ഏകദേശം 80-ൽ പരം വൃദ്ധസദനങ്ങൾ, അത് 5 സ്റ്റാർ മുതൽ ഇങ്ങ് താഴെ ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള സേവാ പ്രവർത്തനങ്ങൾ പോലെ നടത്തുന്നവയുമുണ്ട്. മലയാള മനോരമ പോലെയുള്ള ഒരു വലിയ പത്രത്തിന്റെ ഉടമസ്ഥതയിൽ തന്നെ എത്രയോ വൃദ്ധസദനങ്ങൾ എറണാകുളം നഗരത്തിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ എല്ലാ നഗരങ്ങളിലും ഉണ്ട്. അപ്പൊ ഇവിടെയെല്ലാം സ്വന്തം അച്ഛനെയും അമ്മയും നോക്കാനില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഒന്നുകിൽ അവരെ മക്കൾ എവിടെയാണോ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. പലപ്പോഴും പലർക്കും തങ്ങളുടെ വേരുകൾ ഉപേക്ഷിച്ച് പോകാൻ മടിയുള്ളവർ പുറം നാടുകളിലേക്ക് പോകാൻ മടിക്കുമ്പോൾ മറ്റു മാർഗമില്ലാതെ വരുമ്പോൾ അവരെ അവസാനം ഈ പറഞ്ഞ വൃദ്ധസദനങ്ങളിലാക്കുകയാണ് പതിവ്. അതിൽ ഒരുപാട് സാമ്പത്തിക സൗകര്യമുള്ളവർക്ക് അതുപോലെയുള്ള രീതിയിലുള്ള സൗകര്യങ്ങളോടുകൂടിയുള്ള വൃദ്ധസദനങ്ങൾ. പക്ഷെ എത്രയൊക്കെ ആയാലും സ്വന്തം മക്കളോടും കുടുംബാംഗങ്ങളോടും സ്വന്തം വീട്ടിലും കഴിയുന്ന ആ ഒരു സുഖം, ആ സംതൃപ്തി ഒരിക്കലും ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കുകയില്ല. പക്ഷേ കാലത്തിന്റെ ഒരു പ്രതിഭാസമാകാം മറ്റു നിവൃത്തിയില്ലാതെ വരും. ഇവിടെയും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പല സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ കഴിയില്ല. അങ്ങനെയുള്ളവർ സ്വന്തം വീടുകളിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് കഴിഞ്ഞു പോകും. അങ്ങനെയുള്ളവരെ സഹായിക്കുകയും അവർക്ക് ചികിത്സാ സൗകര്യം ഒരുക്കുകയും അവർക്ക് ഭക്ഷണ സൗകര്യം ഒരുക്കുകയും ചെയ്യുന്നത് ഒരു മഹത്തായ കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ മാനവ സേവ തന്നെയാണ് യഥാർത്ഥ മാധവ സേവ. സേവന പ്രവർത്തനങ്ങളിലാണ് ഈശ്വരീയത നമുക്ക് ലഭ്യമാകുന്നത്. ഈശ്വരനെ എവിടെ കാണുമോ ആ ഈശ്വരനെ കാണുന്നത് ആ സേവനത്തിലാണ്. ഒരു കൈ ചെയ്യുന്ന സേവനം അല്ലെങ്കിൽ ഒരു കൈ ചെയ്യുന്ന സഹായം മറ്റൊരു കൈ അറിയരുതെന്നാണ് നമ്മളുടെ പുരാണങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്.